ഡോക്ടർ എന്താ ഗുളിക കഴിക്കണ എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? അസുഖമല്ല കേട്ടോ. ഇത് ഞാൻ ദിവസേന കഴിക്കുന്ന എൻ്റെ ചില സപ്ലിമെൻറ്റ്സ് ആണ്. കുറേ പേര് എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട്, ഡോക്ടറെ കുട്ടികൾക്ക് സപ്ലിമെൻറ്റ്സ് കൊടുക്കേണ്ട, വൈറ്റമിൻ ടാബ്ലറ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, വൈറ്റമിൻ സിറപ്പ് കൊടുക്കണോ? കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആളുകളും ഞങ്ങൾ ഡെയിലി മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ് എടുക്കണോ എന്നൊക്കെ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു, ഞാൻ എന്താണോ ചെയ്യുന്നത് അത് നിങ്ങളോട് പറഞ്ഞു തരിക എന്നുള്ളതാണല്ലോ അതിൻ്റെ ശരിയായിട്ടുള്ളൊരു രീതി. അപ്പോൾ എപ്പോഴും കുട്ടികളുടെ കാര്യത്തിൽ എന്നോട് ചോദിക്കുന്നവരുടെ അടുത്ത് എപ്പോഴും ഞാൻ ഒരൊറ്റ ഉത്തരമാണ് പറയാറുള്ളത്. എനിക്ക് അനാവശ്യമായിട്ട് ഈ വെറുതെ മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ് കൊടുക്കുക, വൈറ്റമിൻ സി സിറപ്പ് കൊടുക്കുക, അങ്ങനെ ഒരു 300 ദേഹം നന്നാവാൻ, വെയിറ്റ് വെക്കാൻ, ഇമ്മ്യൂണിറ്റി കൂട്ടാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം വൈറ്റമിൻ സിറപ്പുകൾ നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പോൾ അതിങ്ങനെ തോന്നിയതൊക്കെ വാങ്ങി കൊടുക്കുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പില്ല. ഞാൻ എപ്പോഴും പറയാറുള്ളത്, നിങ്ങളുടെ കുട്ടിക്ക് പ്രോപ്പറായിട്ട് വെയിറ്റ് വെക്കാനും, പ്രോപ്പറായിട്ട് ബുദ്ധി വികസിക്കാനും, പ്രോപ്പറായിട്ട് ഇമ്മ്യൂണിറ്റി രോഗപ്രതിരോധശേഷി ഉണ്ടാവാനും ഒക്കെ നല്ല ഭക്ഷണം, പ്രോപ്പറായിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റാണ് അതിനാവശ്യം. നിങ്ങൾ ഈ പറയുന്ന ഈ വൈറ്റമിൻ സി ആയാലും വൈറ്റമിൻ ഡി ആയാലും ഇതെല്ലാം നമുക്ക് ഭക്ഷണ സാധനങ്ങളിലൂടെ കുട്ടിക്ക് കിട്ടണം. അപ്പോൾ അതിനെയാണ് നല്ലൊരു ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതാണ് നിങ്ങളുടെ കുട്ടിക്ക് ശീലിപ്പിക്കേണ്ടത്. അല്ലാതെ ഒരു കുട്ടിക്ക് കുറേ ജങ്ക് ഫുഡ് വാങ്ങിക്കൊടുത്തിട്ട് പിന്നെ കുറേ വൈറ്റമിൻ സിറപ്പ് കൊടുത്തുകൊണ്ട് യാതൊരു കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട, കുഞ്ഞുങ്ങളുടെ കാര്യമാണ് പറയുന്നത്, നമുക്ക് വേണ്ട ന്യൂട്രിയൻസ്, അവരുടെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും ആവശ്യമായിട്ടുള്ള ഏത് വൈറ്റമിൻസും മിനറൽസും ഭക്ഷണത്തിലൂടെ കൊടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഓക്കെ, അത് കുട്ടികളുടെ കാര്യത്തിൽ. ഇനി കുട്ടികൾക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ട്, ഇപ്പോൾ നിങ്ങൾ ബ്ലഡ് നോക്കുന്ന സമയത്ത് വൈറ്റമിൻ ഡി കുറവാണ്, അതുപോലെ തന്നെ ഹീമോഗ്ലോബിൻ കുറവാണ്, അപ്പോൾ അത് ഡെഫിഷ്യൻസിയാണ്, അപ്പോൾ അതൊരു രോഗാവസ്ഥയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ട്രീറ്റ്മെൻ്റ് ആയിട്ട് ചിലപ്പോൾ വൈറ്റമിൻ ഡിയും അയൺ ടാബ്ലറ്റുകളും സിറപ്പുകളൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അത് വേറെ കാര്യമാണ്. റെഗുലറായിട്ട് ഇങ്ങനെ മൾട്ടി വൈറ്റമിൻ സിറപ്പുകൾ കൊടുക്കുന്നതിനോട് ഒരിക്കലും എനിക്ക് യോജിക്കാൻ സാധിക്കില്ല. അത് കുട്ടികളുടെ കാര്യം. ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരാം, അതായത് വലിയ ആളുകളുടെ കാര്യം. ഞാൻ ഇപ്പോൾ എൻ്റെ 40 കഴിഞ്ഞു, എനിക്ക് 43 വയസ്സ് റണ്ണിങ് ആണ്. അപ്പോൾ ഒരു പ്രായം കഴിയുമ്പോൾ, പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഒരു 30-35 വയസ്സൊക്കെ കഴിയുന്ന സമയത്ത് അറിയാലോ, നമ്മുടെ ഹോർമോണൽ ലെവലുകളും കാര്യങ്ങളൊക്കെ മാറി തുടങ്ങും. അപ്പോൾ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിലെ എല്ലുകളുടെ ഒരു ബലക്ഷയത്തിന് നമ്മുടെ ഹോർമോൺസ് കാരണമാവും. അപ്പോൾ അതുകൊണ്ട് 35 വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സ്ത്രീകൾ ചില സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽപ്പെട്ട ഒരു സപ്ലിമെൻ്റ് ആണ് ഞാനിപ്പോൾ കഴിച്ചത്. ഞാൻ 2-3 സപ്ലിമെൻറ്റ്സ് ഡെയിലി എടുക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളോടും ആ ഒരു കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. ഇതിൽ ഇന്ന ബ്രാൻഡ് എന്നോ അല്ലെങ്കിൽ ഇന്ന കമ്പനി എന്നോ അതൊന്നുമില്ല, സപ്ലിമെൻറ്റിൻ്റെ പേരുകൾ മാത്രമേ ഞാൻ പറയൂ, കാരണം അതാണ് അതിൻ്റെ ശരി. ഓക്കെ, അപ്പോൾ ഒന്നാമത് ഇപ്പോൾ ഞാൻ നിർബന്ധമായിട്ട് ഒരു 35 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ നിർബന്ധമായിട്ട് കഴിക്കണം എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് ഇതാണ്. അത് കാൽഷ്യം, വൈറ്റമിൻ ഡി, മഗ്നീഷ്യം, ഈ 3 അടങ്ങിയ ടാബ്ലറ്റാണ് ഇത്. അപ്പോൾ മിനിമം ഇപ്പോൾ കാൽഷ്യം ഒരു ദിവസം മിനിമം ഒരു 1000 mg എങ്കിലും നമ്മൾ കഴിച്ചിരിക്കണം. ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറയണേ? 35 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ വ്യത്യാസങ്ങൾ വന്നിട്ട് നമുക്ക് ഓസ്റ്റിയോപോറോസിസ്, നമ്മുടെ സ്ത്രീകളുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയൊക്കെ ബലം കുറഞ്ഞു തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് നമ്മുടെ ഭക്ഷണത്തിലൂടെ, അപ്പോൾ നിങ്ങൾ ചോദിക്കും ഭക്ഷണത്തിലൂടെ കഴിച്ചാൽ പോരെ? മതി. ഇപ്പോൾ ഇതാ ഇയാൾ മുട്ട, നല്ല ഉഗ്രൻ കാൽഷ്യത്തിൻ്റെ സോഴ്സാണ്. റാഗി, നമ്മുടെ മുത്താറി അല്ലേ, റാഗി നല്ല കാൽഷ്യത്തിൻ്റെ സോഴ്സാണ്. പാല്, അതുപോലെ പാലുൽപ്പന്നങ്ങൾ, നിങ്ങളെ ചീസോ നെയ്യോ അങ്ങനെ പാലും തൈരോ, പാലുൽപ്പന്നങ്ങൾ, മുട്ട, അതുപോലെ റാഗി, ഇതൊക്കെ കാൽഷ്യം നല്ലപോലെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നന്നായി കഴിച്ചു കഴിഞ്ഞാൽ മതി, കുഴപ്പമൊന്നുമില്ല, അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷേ നമുക്ക് ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഒരു ഉന്തിൻ്റെ കൂടെ ഒരു തള്ള എന്ന് പറയുന്ന പോലെ നമ്മളെപ്പോഴും അങ്ങനെ പറയാറുണ്ട് അല്ലേ, ഒരു ഉന്തിൻ്റെ കൂടെ ഒരു തള്ള. അപ്പോൾ അതുകൊണ്ട് കാൽഷ്യം ഒരു ടാബ്ലറ്റ് ഒരു ദിവസം കഴിക്കണോണ്ട് തെറ്റൊന്നുമില്ല, ഞാൻ കഴിക്കാറുണ്ട്. കാരണം എനിക്ക് എപ്പോഴും നമ്മുടെ ഡയറ്റിൽ എല്ലാ ദിവസവും ഒരു മുട്ട നിർബന്ധമായിട്ട് കഴിക്കും. ചില ദിവസങ്ങളിൽ 2 മുട്ട കഴിക്കും. നിങ്ങൾക്ക് മുട്ട കംപ്ലീറ്റ് കഴിക്കാം കേട്ടോ. മുട്ടയുടെ വെള്ള മാത്രമൊന്നുമല്ല, ഒരു ഫുൾ മുട്ട ഡെയിലി കഴിക്കുന്നത്, മുട്ട അതായത് വെള്ളയും മഞ്ഞയും കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഞാൻ ഡെയിലി ഒരു മുട്ട കഴിക്കാറുണ്ട്, ചിലപ്പോൾ 2 മുട്ടയും കഴിക്കാറുണ്ട്, ഫുൾ മുട്ട. അപ്പോൾ അതാണ്. അപ്പോൾ ഇതിൻ്റെ കാൽഷ്യത്തിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ, അപ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് 35 വയസ്സ് കഴിഞ്ഞാൽ, പുരുഷന്മാർക്കും കഴിക്കാം, വേണ്ടാന്നല്ല പറയുന്നത്, കാൽഷ്യത്തിൻ്റെ എല്ലിനൊക്കെ ഒരു ബലം കിട്ടും. അതുപോലെ തന്നെ മഗ്നീഷ്യം, ഇതിലടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം നല്ല ഉറക്കത്തിന്, സ്ലീപ്പ് ക്വാളിറ്റി കൂട്ടും. അപ്പോൾ അത് സ്ലീപ്പ് ക്വാളിറ്റി കൂട്ടുമ്പോൾ എന്താ, നമ്മുടെ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഒന്ന് കുറയും. അപ്പോൾ അതുകൊണ്ട് ഒരു ഓവറോൾ വെൽബീയിങ് കിട്ടും. പിന്നുള്ളത് വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡി ഭക്ഷണത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാം. ചെറിയ മത്സ്യങ്ങൾ, നമ്മുടെ മത്തി പോലെയുള്ള കുഞ്ഞു മത്സ്യങ്ങളിൽ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. മുട്ടയിലുണ്ട്, പാലിലുണ്ട്, സൺലൈറ്റിലുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ നാച്ചുറൽ സോഴ്സസ് ആണ്. പ്ലസ് നമുക്ക് ഇപ്പോൾ ഇതിൽ അടങ്ങിയിരിക്കുന്നത് 1000 mg കാൽഷ്യം ഉണ്ട്, ഒരു 800 to 1000 IU വൈറ്റമിൻ ഡി ഉണ്ട്, ഒരു 200 mg മഗ്നീഷ്യം ഉണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു റെഗുലർ RDA എന്ന് പറയും, റെഗുലർ ഡെയിലി അലവൻസ്, നമുക്ക് സ്ഥിരമായിട്ട് ഒരു ദിവസം നമുക്ക് വേണ്ട
അളവ് ഏകദേശം എനിക്കിതൊന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ വൈറ്റമിൻ ഡിയും കാൽഷ്യവും മെഗ്നീഷ്യവും അടങ്ങിയിട്ടുള്ള ഒരു ടാബ്ലറ്റ് ഞാൻ ഡെയിലി കഴിക്കാറുണ്ട്. വൈറ്റമിൻ ഡി എന്തിനാണെന്ന് പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. വൈറ്റമിൻ ഡി നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും, കാൽഷ്യം നമ്മൾ എത്ര കഴിച്ചാലും വൈറ്റമിൻ ഡി വേണം നമ്മുടെ ശരീരത്തിലേക്ക് കാൽഷ്യം പ്രോപ്പറായിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാൽഷ്യത്തിൻ്റെ കൂടെ തന്നെ വൈറ്റമിൻ ഡിയും കൂടി കഴിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ അങ്ങനെ ടാബ്ലറ്റുകളുണ്ട്, ഈ 3 കാൽഷ്യവും മെഗ്നീഷ്യവും വൈറ്റമിൻ ഡി കൂടി ഒരുമിച്ചിട്ടുള്ള ടാബ്ലറ്റുകളുണ്ട്. ഇനി നിങ്ങൾക്ക് വേറെ വേറെ കഴിക്കണം എന്നുണ്ടെങ്കിൽ കഴിക്കാട്ടോ. ഇതിപ്പോൾ വൈറ്റമിൻ്റെ മാത്രം ടാബ്ലറ്റാണ്. ഇത് 50,000 ഹൈ ഡോസ് ടാബ്ലറ്റാണ്. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും ഡെയിലി കഴിക്കേണ്ടതല്ല, ഇത് വീക്കിലി കഴിക്കേണ്ട ടാബ്ലറ്റാണ്. ഇത് നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ. അപ്പോൾ അതുപോലെ വൈറ്റമിൻ ഡിയുടെ സെപ്പറേറ്റ് ടാബ്ലറ്റുകളും ക്യാപ്സൂളുകളും അവൈലബിൾ ആണ്. അപ്പോൾ അത് ഡോക്ടർമാരുടെ അടുത്തൊക്കെ ചോദിച്ചിട്ട് കഴിക്കുക. അപ്പോൾ റെഗുലറായിട്ട് ഞാൻ ഇതാണ് കഴിക്കുന്നത്. ഇനി വൈറ്റമിൻ ഡി സെപ്പറേറ്റ് വേണമെങ്കിൽ, ഇനി മെഗ്നീഷ്യം സെപ്പറേറ്റ് വേണമെങ്കിൽ മെഗ്നീഷ്യത്തിൻ്റെ സെപ്പറേറ്റ് ക്യാപ്സൂളുകളും ജെല്ലികളും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കഴിക്കുന്നതാണ്. അടുത്തത് ഞാൻ ഡെയിലി കഴിക്കുന്നത് ഇതാണ്. ഇത് നമ്മളെല്ലാവരും ഈ കോഡ് ലിവർ ഓയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ, ഇത് omega-3 ഫാറ്റി ആസിഡ് ആണ് കേട്ടോ. omega-3 ഫാറ്റി ആസിഡ്, ഈ omega-3 ഫാറ്റി ആസിഡ് പറഞ്ഞു കഴിഞ്ഞാൽ EPA പ്ലസ് DHA പ്ലസ് ആൽഫ ലിനോലെനിക് ആസിഡ് എന്ന് പറയും, ALA. അപ്പോൾ ഈ 3 ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ ഏകദേശം 500 ഒരു 1000 omega-3 ഫാറ്റി ആസിഡാണ് കഴിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് ഭക്ഷണത്തിലൂടെ വേണം എന്നാണ് എന്നുണ്ടെങ്കിൽ ധാരാളം ഉണ്ട്. നമുക്ക് സാൽമൺ, സാർഡൈൻ, മാക്കറൽ, പ്രത്യേകിച്ചിട്ട് നമ്മൾ ഫിഷുകളിലാണ് ഈ omega-3 ഫാറ്റി ആസിഡ്. അതുകൊണ്ടാണ് ഇതിനെ ഫിഷ് ഓയിൽ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സാൽമൺ എന്ന് പറയുന്ന ഫിഷിൽ ഭയങ്കര റിച്ചാണിത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കുറച്ച് ഫാറ്റി ഫിഷുകളിലാണ് omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ റെഗുലറായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ. ഇനി വാൽനട്ടിലുണ്ട്, അതുപോലെ സൺഫ്ലവർ സീഡ്സ് ഉണ്ട്. അങ്ങനെ സീഡുകളിൽ ഇപ്പോൾ സൺഫ്ലവർ സീഡ്, പംകിൻ സീഡ്, വാൽനട്ടുകൾ, ഇതിലൊക്കെ ആൽമണ്ടിൽ, ഇതിലൊക്കെ അത്യാവശ്യം omega-3 ഫാറ്റി ആസിഡ് നല്ലപോലെ, ചിയ സീഡ്സ് ഇതിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ കഴിക്കുന്നവർക്ക് അങ്ങനെ. ഞാൻ അതും കഴിക്കാറുണ്ട്. അതിൻ്റെ കൂടെ ഈ ഒരു ക്യാപ്സ്യൂള് ഞാൻ ഡെയിലി കഴിക്കുന്നതാണ് omega-3. അപ്പോൾ എന്തിനാ ഈ omega-3 ഫാറ്റി ആസിഡ്? ഇത് മെയിനായിട്ട് നമ്മുടെ ഹാർട്ടിൻ്റെ ഒരു ഹെൽത്തിന് വേണ്ടിയിട്ടാണ്, കാർഡിയാക് ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ധാരാളം നമ്മുടെ സ്കിന്നിന്, ഹെയറിന് ഒക്കെ നല്ലതാണ് omega-3 ഫാറ്റി ആസിഡ്. അപ്പോൾ ഒരു ഓവറോൾ നമ്മുടെ ഒരു വെൽബീയിങ്ങിനെ സഹായിക്കും. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ സ്ഥിരം കഴിക്കുന്നത്. പിന്നെ ഇനി എന്തെങ്കിലുമൊക്കെ കഴിക്കേണ്ടി വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി കഴിക്കാറുണ്ട്. ഇത് പക്ഷേ നിങ്ങൾ കഴിക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇത് എൻ്റെ പേഴ്സണൽ ചോയ്സായിട്ട് ഞാൻ കഴിക്കുന്നതാണ്. ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഇത് നിങ്ങൾ കഴിക്കുന്നത് മെഡിക്കലി ഇൻഡിക്കേറ്റഡ് ആണ്. ഇപ്പോൾ കാൽഷ്യത്തിന് ഒരു സയൻറ്റിഫിക് കാരണമുണ്ട് എന്തുകൊണ്ട് 35 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ കഴിക്കണം. അതുപോലെ omega-3 ഫാറ്റി ആസിഡിന് ഒരു സയൻറ്റിഫിക് റീസൺ ഉണ്ട്. പക്ഷേ ഇത് നമ്മുടെ ഒരു കോസ്മെറ്റിക് റീസൺ എന്നൊക്കെ ഞാൻ പറയൂ. ഇത് ഗ്ലൂട്ടാത്തയോണും വൈറ്റമിൻ സിയും അതുപോലെ തന്നെ ഒന്നുകൂടി ഉണ്ടായിരുന്നല്ലോ കൊളാജൻ, ഇതെല്ലാം കൂടി ചേർന്നൊരു ക്യാപ്സ്യൂളാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടം വേണമെങ്കിൽ കഴിച്ചാൽ മതി. പക്ഷേ ഡോക്ടറോടൊക്കെ ചോദിച്ചതിന് ശേഷം മാത്രം കഴിക്കുക. ഇത് ഞാൻ എൻ്റെ ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അവർ സജസ്റ്റ് ചെയ്ത ഒരു ക്യാപ്സ്യൂളാണ്. അപ്പോൾ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ, എല്ലാവരും വിചാരിക്കുന്നത് വെളുക്കാൻ, സ്കിന്ന് വൈറ്റനിങ്ങിന്, അതിനല്ല ഗ്ലൂട്ടാത്തയോൺ. അത് അതിൻ്റെ ഒരു ചെറിയ ഒരു യൂസ് മാത്രമാണ്. ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പോൾ ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ടോട്ടലായിട്ടുള്ള ഡാമേജിനെ റിപ്പയർ ചെയ്യാനും വെയർ ആൻഡ് ടയർ കുറയ്ക്കാനും നമ്മുടെ ഏജിങ് പ്രോസസ്സിനെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാനും ജനറലായിട്ട് നമുക്ക് സ്കിന്നിൻ്റെയും ആകമൊത്തം ഒരു നല്ല ഒരു വെൽബീയിങ്, ഒരു ഗ്ലോ ഒക്കെ തരാനുള്ളതാണ് ഗ്ലൂട്ടാത്തയോൺ. അപ്പോൾ അതിൻ്റെ മെയിൻ പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഗ്ലൂട്ടാത്തയോൺ ധാരാളം അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്, പക്ഷെ നമ്മൾ റെഗുലർ കഴിക്കുന്നതല്ല. അപ്പോൾ ആസ്പെറാഗസ്, അവോക്കാഡോ, സ്പിനാഷ്, അതുപോലെ ക്യാബേജ്, വാട്ടർമെലൺ, ഇതിലൊക്കെ ആസ്പെറാഗസിലൊക്കെ നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ആസ്പെറാഗസ് കഴിക്കുന്നുണ്ടോ? അതൊക്കെ ആക്ച്വലി ഫോറിനേഴ്സിൻ്റെ ഭക്ഷണത്തിൽ ഉൾപ്പെട്ട ഭക്ഷണങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യക്കാർക്ക് ഈ ആസ്പെറാഗസ് ഒന്നും അത്ര കഴിച്ച് ശീലമില്ല. പിന്നെ അതുപോലെ വാൽനട്ടിൽ, സൺഫ്ലവർ സീഡിൽ ഇത് വാൽനട്ടാണ്. വാൽനട്ടിൽ അത്യാവശ്യം ഗ്ലൂട്ടാത്തയോൺ ഉണ്ട്. ഇത് സൺഫ്ലവർ സീഡാണ്. സൺഫ്ലവർ സീഡിൽ അത്യാവശ്യമുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിലൂടെ കഴിക്കുകയാണെങ്കിൽ ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഞാനിത് ഡെർമറ്റോളജിസ്റ്റ് പറഞ്ഞതിൻ്റെ, പിന്നെ ഗ്ലൂട്ടാത്തയോണിൻ്റെ കൂടെ നമ്മളെപ്പോഴും വൈറ്റമിൻ സി കൂടെ കഴിക്കണം. അത് രണ്ടിൻ്റെയും, അതായത് ഒരു ആഗിരണം, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഗ്ലൂട്ടാത്തയോണും വൈറ്റമിൻ സിയും കൊളാജനും അടങ്ങിയിട്ടുണ്ട്. കൊളാജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിൻ്റെ എലാസ്റ്റിസിറ്റി, സ്കിന്നിൻ്റെ, ഹെയറിൻ്റെ അല്ലേ, ഒരു നമ്മൾ അതിൻ്റെയൊക്കെ ഒരു ഭംഗിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹെൽത്തിനൊക്കെ വേണ്ടിയിട്ട് പറയുന്നതാണ്. അപ്പോൾ കൊളാജൻ കൂടി കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ കൊളാജൻ ഭക്ഷണത്തിലൂടെ കഴിച്ചാൽ മതിയോ ചോദിച്ചാൽ മതി. കൊളാജൻ ധാരാളം ഭക്ഷണത്തിൽ നമുക്ക് ഉണ്ട്. അതിന് മെയിനായിട്ട് നമ്മൾ കഴിക്കേണ്ടത് പ്രോട്ടീനാണ്. കാരണം കൊളാജൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരു കോമ്പൗണ്ടാണ്. അപ്പോൾ അതിന് നമ്മൾ വേണ്ടത് പ്രോട്ടീൻ നല്ല ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. അപ്പോൾ അതിന് മുട്ട, പാല്, ഇറച്ചി, മീൻ ഒക്കെ കഴിക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കോപ്പർ, സെലീനിയം, സിങ്ക് അങ്ങനെയുള്ള മിനറലുകളും എല്ലാം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കണം. അപ്പോൾ ഇതെല്ലാം എപ്പോഴും നമുക്ക് കഴിക്കാൻ പറ്റുമോ ചോദിച്ചാൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ക്യാപ്സ്യൂൾ എടുക്കുന്നത്. സോ ഇതാണ് എൻ്റെ ഒരു ഡെയിലി സപ്ലിമെന്റ്സ്. ഇതിൽ നിങ്ങൾക്ക് ഞാൻ എന്തായാലും അഡ്വൈസ് ചെയ്യുക കാൽഷ്യം, മെഗ്നീഷ്യം, വൈറ്റമിൻ ഡിയും അതുപോലെ തന്നെ omega-3 ഫാറ്റി ആസിഡുമാണ് കേട്ടോ. അത് എടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം, വേണമെങ്കിൽ എടുക്കാം, വേണമെങ്കിൽ എടുക്കണ്ട, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഹെൽപ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു.
അപ്പോൾ ശരി, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം കേട്ടോ. ബൈ.